നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെ ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന മീറ്റ് ബ്ലാസ്റ്റേഴ്സ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. കൊച്ചിയിലെ ലുലു മാളില് വലിയ രൂപത്തിലുള്ള ആരാധക കൂട്ടം അവിടെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വേണ്ടി സ്റ്റേഡിയം ജേഴ്സി ബ്ലാസ്റ്റേഴ്സ് വളരെ ചെറിയ പൈസക്ക്, വളരെ ചെറിയ വിലക്ക് അവൈലബിൾ ആക്കുകയാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങൾ ആ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ നോക്കുന്നത്. നോഹ് സദോയും ഹിമനസും എന്തു പറഞ്ഞു? നോഹ് സദോയി പറയുന്നു, നമുക്ക് ഒരു ടീം എന്നൊരു രൂപത്തിൽ സംതിങ് ഗ്രേറ്റ് അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഫാൻസ് എന്നിൽ വിശ്വസിക്കുന്നു, എല്ലാ താരങ്ങളിലും വിശ്വസിക്കുന്നു എന്നുള്ളത് ഒരു ഓണറായിട്ടാണ് ഞാൻ കാണുന്നത്. ഓൾ ടുഗെദർ വി വിൽ വിൻ ദി ട്രോഫി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഹിമനസിന്റെ വാക്കുകൾ. ഹിമനസ് പറയുന്നു, ഇതൊരു അമേസിങ് വെൽക്കമാണ് ടീമിന് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു വെൽക്കമിന് ഞാൻ നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും വി വിൽ ടുഗെദർ വിൻ സംതിങ് ഫോർ ഷുവർ എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. നമ്മൾ നേടും എന്ന് തന്നെയാണ് ഈ താരങ്ങളുടെ ഒക്കെ ഒരു പ്രതീക്ഷ. അത് തന്നെയാണ് ഇപ്പോൾ ആരാധകരും ആഗ്രഹിക്കുന്നത്. 15-ാം തീയതി ഉദ്ഘാടന മത്സരം, അതായത് 13-ാം തീയതിയാണ് ലീഗിന്റെ ഉദ്ഘാടനം. പക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം, ബ്ലാസ്റ്റേഴ്സിന്റെ ഉദ്ഘാടന മത്സരം, കൊച്ചിയിലെ ഉദ്ഘാടന മത്സരം 15-ാം തീയതിയാണ്. അവിടെ മുതൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.